കുഞ്ഞുങ്ങളെ, എല്ലാവരെയും മലയാള ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാള ക്ലാസ് തുടങ്ങിയാലോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പരിചയപ്പെടുത്തിയത്? കുഞ്ഞുങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓണസദ്യ കഴിച്ചു, ഓണപ്പാട്ട് പാടി, ഓണക്കളികൾ കളിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പുതിയ ആഘോഷങ്ങൾ കൂടി പരിചയപ്പെട്ടല്ലോ. ഏതൊക്കെയാണ് ആഘോഷങ്ങൾ? ഏതൊക്കെയാ? ക്രിസ്മസും പെരുന്നാളും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ 2 ആഘോഷങ്ങളെ പറ്റി കൂടുതൽ പരിചയപ്പെടാം. എല്ലാവരും തയ്യാറാണോ? ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറിനോടൊപ്പം വായിക്കാൻ മറക്കരുതേ. പെരുന്നാൾ വിശേഷം. ആമിനയുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നു. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ഞായറാഴ്ചയാണ് പെരുന്നാൾ. എല്ലാവരും വരണേ, ആമിനയുടെ ഉമ്മ പറഞ്ഞു. പെരുന്നാൾ എത്തി. പുതിയ ഉടുപ്പിട്ട് കൂട്ടുകാർ വന്നു. ആമിനയും കൂട്ടുകാരും മൈലാഞ്ചി ഇട്ടു. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പെരുന്നാൾ എന്ന ആഘോഷത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടാൻ പോവുകയാണ്. ആരുടെ വീട്ടിലാണ് നോമ്പ് തുറ? ആമിനയുടെ വീട്ടിലാണ് നോമ്പ് തുറ. അങ്ങനെ ആമിനയുടെ വീട്ടിൽ എല്ലാ കൂട്ടുകാരും വന്നു, നോമ്പ് തുറന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് ആഹാരം കഴിച്ചു. എന്നാണ് പെരുന്നാൾ? ഞായറാഴ്ചയാണ് പെരുന്നാൾ. ആമിനയുടെ ഉമ്മ എല്ലാവരെയും ക്ഷണിച്ചു. പെരുന്നാൾ എത്തി. പുതിയ ഉടുപ്പിട്ട് കൂട്ടുകാർ വന്നു. ആരൊക്കെയാണ് മൈലാഞ്ചി ഇട്ടത്? ആമിനയും കൂട്ടുകാരുമാണ് മൈലാഞ്ചി ഇട്ടത്. ഇനി നമുക്ക് ക്രിസ്മസ് എന്ന ആഘോഷത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടാം. എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെയാ? കേക്ക് മുറിക്കും. പിന്നെയോ കരോൾ സംഘം പാട്ടുപാടും. ക്രിസ്മസ് അപ്പൂപ്പൻ വരും, സമ്മാനങ്ങൾ തരും. പിന്നെയോ നക്ഷത്രങ്ങൾ തൂക്കും. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് എഴുതി നോക്കിയാലോ? ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് എത്തി. അടുത്ത വരിയിൽ എന്താണ് എഴുതുന്നത്? എന്താണ്? പുൽക്കൂട് ഒരുക്കി. കരോൾ സംഘം പാട്ടുപാടി. അടുത്ത വരിയിലോ? നക്ഷത്രങ്ങൾ തൂക്കി. ക്രിസ്മസ് കേക്ക് മുറിച്ചു. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞേ, എന്തൊക്കെയാ ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് എത്തുമ്പോൾ പുൽക്കൂട് ഒരുക്കും, കരോൾ സംഘം പാട്ടുപാടും, ക്രിസ്മസിന് നക്ഷത്രങ്ങൾ തൂക്കും. പിന്നെയോ ക്രിസ്മസ് കേക്ക് മുറിക്കും, ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് നമുക്ക് സമ്മാനങ്ങൾ തരും. എല്ലാവർക്കും ഇഷ്ടമായോ ഈ 2 ആഘോഷങ്ങൾ? ഇനി ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറിനോടൊപ്പം വായിക്കണം. ഉത്സവമേളം. ടുണ്ടും പടപട ടുണ്ടും പടപട ചെണ്ടമേളം ഉയർന്നു. നെറ്റിപ്പട്ടം കെട്ടി, മുത്തുക്കുട ചൂടി കൊമ്പനാനകൾ. മേളക്കാർ നിരന്നു നിന്നു. തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി. ഠേ ഠേ കതിനവെടി പൊട്ടി. ഉത്സവച്ചന്തയിൽ ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ. ഉത്സവം പൊടിപൂരം. ഇനി നമുക്ക് ഉത്സവ കാഴ്ചകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഡുണ്ടും പടപട ഡുണ്ടും പടപട. എന്താ ആ ശബ്ദം? എന്താണ്? ചെണ്ടമേളത്തിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടി, മുത്തുക്കുട ചൂടി കൊമ്പനാനകൾ. ഉത്സവത്തിന് മേളക്കാർ നിരന്നു നിന്നു. അങ്ങനെ തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി. പെട്ടെന്ന് ഠേ ഠേ കതിനവെടി പൊട്ടിയ ശബ്ദം കേട്ടു. ഉത്സവച്ചന്തയിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? ബലൂൺ, പീപ്പി, മാല, വള. പിന്നെയോ നല്ല മധുര പലഹാരങ്ങളും. അങ്ങനെ ഉത്സവം പൊടിപൂരമായി. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ക്രിസ്മസിനെ പറ്റിയും പെരുന്നാളിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും കൂടുതൽ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വരാം.